വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണിത്. നല്ല സിമ്പിളായിട്ട് നമ്മൾ പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വ്യവസായങ്ങൾ ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കാം. ആദ്യം നമുക്ക് ഇതിനായിട്ട് ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കട്ടാക്കി വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 4 മീഡിയം സൈസുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം വാടി വരുന്നതൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ബ്രൗൺ ആക്കിയിട്ട് എടുക്കണം നമുക്ക്, എന്നാലും ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകും കൂടി ഞാൻ കൂടെ തന്നെ അരച്ചതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പച്ചമുളകൊന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുമ്മക്കായിൻ്റെ മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബീഫോ ചിക്കനോ എന്ത് വേണമെങ്കിലും എടുക്കാം. അതൊന്ന് ബോയിൽ ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് കൊടുക്കുക. ഞാനിവിടെ കല്ലുമ്മക്കായാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ കല്ലുമ്മക്കായി ഓൾറെഡി വേവിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് കുറച്ച് മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും അതുപോലെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മീറ്റ് മസാല ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മാവ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് പച്ചരി ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിന്, അതെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 ഗ്ലാസ് തേങ്ങയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 10 അല്ലി ചെറിയ ഉള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂണ് ചെറിയ ജീരകം അതുപോലെ 1 ടീസ്പൂണ് വലിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ കല്ലുമ്മക്കായൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ മാവ് റെഡിയാക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ കല്ലുമ്മക്കായും കുഴക്കുന്ന പോലെ കുറച്ച് ടൈറ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ലൂസിലല്ല, കുറച്ച് കട്ടിക്കാണ് നമ്മൾ മാവ് റെഡിയാക്കുന്നത്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ നെയ്പ്പത്തിലൊക്കെ ഉണ്ടാക്കുന്നില്ല, ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ മാവിന് വേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ മാവ് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടപ്പൊട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് വലിയൊരു സൈസിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന്
സ്റ്റീം ചെയ്തെടുക്കാനുണ്ട്. ഇപ്പോൾ വെള്ളം ഒന്ന് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് എല്ലാ ബോൾസും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സ്നാക്ക് ഇതുപോലെ വേണമെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്തിട്ട് മാത്രം കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടപ്പുട്ട് കഴിക്കുന്ന ആ ഒരു രീതിക്കായിരിക്കും. പക്ഷേ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഉണ്ടാവും, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സ്നാക്കിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും അതുപോലെ ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഫ്രൈ ആക്കുന്ന പോലെ കുറച്ച് മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ബോൾസ് ഓരോന്നിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ കൊണ്ട് ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കല്ലുമ്മക്കായ കിട്ടുവാണെങ്കിൽ എന്തായാലും ഈ ഒരു സ്നാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഫ്രൈ ആക്കുന്ന ടൈമിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക, എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ ഈ ഒരു സ്നാക്കിന്. അപ്പം ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഫ്രൈ ആക്കി എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. നല്ല ടേസ്റ്റ് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു, ബൈ.